ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് വീട്ടില് ചൊറിയും കുത്തിയിരിക്കുമ്പോഴാണ് അമ്മൂന്റെ വിളി വന്നിട്ടോ. ചേച്ചി ഒന്ന് വേഗം വായ ഷെറിത്താത്താന്റെ വീട്ടിലേക്ക് പറഞ്ഞിട്ട്. വേറൊന്നുമല്ല, അവര് രണ്ടാളും അവിടെ ഉണ്ടിട്ടോ. സൗമ്യ ചേച്ചി അമ്മു അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഷെറി ഇന്നെ കണ്ടപ്പോ ആകെ അന്തം വിട്ടുട്ടോ. അങ്ങനെ ഞാനെന്താ ഷെറിയുടെ വീട്ടിൽ കയറി. അപ്പൊ അവളെനിക്ക് ജ്യൂസൊക്കെ കലക്കി തന്നു. ഞാനത് കുടിക്കുകയാണ്. അപ്പൊ തണവുണ്ടോന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഇവൻ കുഴപ്പമില്ല പറഞ്ഞു. അപ്പൊ അവളിത് അവളുടെ സ്പെഷ്യൽ ബിരിയാണി ആട്ടോ വെക്കണത്. അപ്പൊ ഇതുവരെ അത് കഴിക്കാൻ പറ്റിയിട്ടില്ല. ചിലപ്പോ ഇപ്പൊ കഴിക്കാനാവട്ടെ അതിന്റെ യോഗം കിടക്കണ്ടാവുക. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ, ദാസ പറയില്ലേ, അതാണ്. അപ്പൊ അങ്ങനെ ദാ ഷെറി ബിരിയാണി ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ്. അപ്പൊ അവളത് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ ഞാനിതാ വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവള് പറയണ്ട എന്റെ മുഖയിൽ ഇടരുത് കേട്ടോ, ഞാൻ ആകെ കൂതറായിട്ടാണ് നിൽക്കണത് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഏയ് മുഖം ഒന്നും ഇടില്ലേ, ഞങ്ങൾ ചിക്കനെ മാത്രമേ ഇടുള്ളൂ ഇതിൽ പറഞ്ഞു. അപ്പൊ അതാ ചിക്കന്റെ ഭംഗി ആസ്വദിക്കൂ ഗൈസ്. അങ്ങനെ ദാ ചിക്കനൊക്കെ ഇതാക്കി അവള് അവൾക്ക് സെറ്റാക്കി അതാ സെറ്റായിട്ട് വരുന്നു. ഇത് വെറൈറ്റി ബിരിയാണിയാണെന്ന് അവൾ പ്രത്യേകം പറഞ്ഞു കേട്ടോ. അപ്പൊ ഇത് ഏത് ബിരിയാണിയാണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ബിരിയാണിയൊക്കെ എത്തി റെഡി ആയിട്ട് വന്നപ്പോഴേക്കും ഇതാ വരുന്നു അടുത്ത ഗ്യാങ്. വേറെ ആരല്ല, നമ്മുടെ ഷൈ ചേച്ചി, രേഷ്മി, സുചേച്ചി. അവരെയും വിളിച്ചതാട്ടോ വായോ വരാൻ പറഞ്ഞിട്ട്. അപ്പൊ അവരും വന്നു. അപ്പൊ ദ ബ്ലോഗർമാർ തമ്മിൽ കണ്ടുമുട്ടി എന്ന് പറയാണ് സുചേച്ചി. അങ്ങനെ അവര് വന്നു. അവരിതാ വെള്ളമൊക്കെ കുടിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ഫുഡൊക്കെ റെഡി ആയിട്ട് അപ്പോൾ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല പറയാന്. എന്താ പറയുക, ഞാൻ ആദ്യമായിട്ടോട്ടോ ഇങ്ങനത്തെ ബിരിയാണി കഴിക്കണത്. അവളെ എന്തോ ഒരു പേര് പറഞ്ഞു, എനിക്കത് മനസ്സിലായില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയണത്, ഈ ബിരിയാണി നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇത് എന്ത് ബിരിയാണിയാണെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ഇടൂ. ഓക്കെ, അങ്ങനെ ഞങ്ങൾ വയറും മനസ്സൊക്കെ നിറഞ്ഞിട്ട് ഇതാ ഷെറിയോട് യാത്ര പറഞ്ഞിട്ട് ഇറങ്ങാൻ നിൽക്കട്ടോ. അപ്പൊ ഷെറി കരയുക കേട്ടോ. അപ്പൊ ഞാൻ സൗമ്യ ചേച്ചിയുടെ ഒപ്പം വീട്ടിലേക്ക് എത്തിയിട്ടോ. അപ്പൊ ഇത്രയുള്ള വീഡിയോ.